കാരണം നമ്മുടെ ഈ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലെത്തുക കൗമാര കലാകേളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലൂടെ നടന്നപ്പോൾ പല വേദികൾ ചുറ്റി ഇറങ്ങിയപ്പോൾ ഒരു വേദിക്ക് സമീപം വളരെ അദൃശ്യമായിട്ട് വന്നപ്പോൾ വലിയൊരു ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ എക്സിബിഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നിരുന്നാലും വലിയൊരു കാര്യമാണ്. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ രാഷ്ട്രപതി അന്തരിച്ച അബ്ദുൽ കലാം സാറിന്റെ അദ്ദേഹത്തിന്റെ ഓരോരോ കോട്ടുകളും വളരെയധികം പ്രചോദനമാണല്ലോ. ആ കോട്ടിൽ ഇറങ്ങിയ ഒരു മൈക്രോ പുസ്തകം എവിടെ കണ്ടിട്ടില്ല. പുസ്തകങ്ങൾ അദ്ദേഹത്തിന് കുറെ ഇറങ്ങിയിട്ട്, പക്ഷെ അദ്ദേഹം ഈ രീതിയിൽ മൈക്രോ പുസ്തകത്തിൽ ശേഖരം പല ഭാഷകളില ഇറങ്ങിയ വലിയൊരു ശേഖരം ഇവിടെ കാണാൻ കഴിയും. അത്ഭുതം തോന്നി. ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കി. പുസ്തകം ഇതാണ്, ചെറിയ പുസ്തകമാണ്, വായിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ വളരെ മനോഹരമായിരിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഒരുപാട് ലാംഗ്വേജ്, മലയാളം, ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ ലാംഗ്വേജിലും തുടങ്ങിയ വലിയൊരു ശേഖരം ഇവിടെ കണ്ടു. വളരെ സന്തോഷം തോന്നുന്നു. എന്തായാലും എടുത്ത് വായിച്ചു. ഇതാണ് ആ പുസ്തകം. എല്ലാവരും ഇതൊന്നും അറിയണം, പങ്കെടുക്കണം, ഇതൊന്നും കൈപ്പറ്റാതെ വായിച്ചു നോക്കണം എന്നുള്ളതുകൊണ്ട് വളരെ സന്തോഷം തോന്നി. ഇതിന്റെ ഒരു എഫേർട്ട് എടുത്തിരിക്കുന്നത് മിസ്റ്റർ ഡോക്ടർ ബി ലൂയിസ് എന്ന ആളാണ്. വളരെയധികം അദ്ദേഹത്തിന്റെ ആ ഒരു എഫേർട്ടിന് വളരെയധികം നന്ദി പറയുകയാണ്. ഇനിയുമുള്ള വെറൈറ്റികളായുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു സംരംഭത്തിന് ഡോക്ടർ ലൂയിസ്. താങ്ക് യു. ഞാൻ അശ്വരൻസ് തൃശ്ശൂർ മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളില് +1 വിദ്യാർത്ഥിയാണ്. ഞാനിവിടെ NCC ഒരു ക്യാഡറ്റാണ്. ഈ കലോത്സവം ഈ തൃശ്ശൂർ ഫുള്ള് നടത്തുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബുക്ക് കാണുന്നത്. ബ്രീസ് ഫൗണ്ടേഷൻ ആൻഡ് ഷാഡോ പബ്ലിക്കേഷൻ മൈക്രോ ബുക്സാണ്. ഇതിന്റെ ഹെഡായ ഒരു സാർ ഡോക്ടർ ബി ലൂയിസ്. ആ സാറിന് എൻ്റെ എല്ലാവിധ ആശംസകൾ. താങ്ക് യു. 64ാമത് കേരള സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ സജീവമായി നടക്കുകയാണ്. കുട്ടികളെല്ലാവരും മത്സരവേദികളിൽ അവരുടെ കലാമൂല്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംരംഭവുമായിട്ടാണ് നമ്മുടെ പാലക്കാടുള്ള ഡോക്ടർ ബി ലൂയിസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ മുടിമുത്തുകൾ, സുവർണ വാചകങ്ങൾ അഥവാ ഗോൾഡൻ വേർഡ്സ് എന്ന ഇതില് തികച്ചും അദ്ദേഹത്തിന്റെ വാചകങ്ങൾ അടങ്ങിയ പുസ്തകങ്ങളുടെ മിനിയേച്ചർ രൂപം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. വിഷൻ 25, മിഷൻ 30 എന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ ഒരു പ്രദർശനം എല്ലാവരും തീർച്ചയായും കണ്ട് മനസ്സിലാക്കി പോകേണ്ട ഒന്ന് തന്നെയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രചോദനകരമായ വാക്കുകൾ കൊണ്ട് നമ്മുടെ പ്രസിദ്ധിച്ച ഒരു ബഹുമുഖ പ്രതിഭ കൂടിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. തീർച്ചയായും അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ലോക ജനതയ്ക്ക് തന്നെ മുതൽക്കൂട്ടാവുന്നതാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകങ്ങളിലെ ശകലങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ബി ലൂയിസ് ഇവിടെ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് നല്ല ഒരു കാഴ്ച തന്നെയാണ്. ഏവരും ഇത് കണ്ട് വന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് നമ്മുടെ 64ാം കലോത്സവത്തിലെ 3ാം ദിവസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ കുറെ അധികം ചിത്രങ്ങളും അതുപോലെ തന്നെ കാണുമ്പോൾ അറിയാം മൈക്രോ ബുക്കുകളും എല്ലാം ഇവിടെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോ ഞാനിവിടെ കുറെ അധികം വേദികളിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു വേദി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നമസ്കാരം. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 64ാം കലോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 24ഓളം വേദികളിലായിട്ടാണ് ഈ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്നെ ആകർഷിച്ച ഏറ്റവും വലിയൊരു വേദി എന്ന് പറയുന്നത് ഈ ഒരു വേദിയാണ്, മോഡൽ ബോയ്സിലെ വേദി എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് നമ്മളെല്ലാം മറ്റു വേദികളിലെല്ലാം നമുക്ക് കരഘോഷങ്ങളുടെ ആവേശം ഉണ്ടെങ്കിൽ ഇവിടെ നിശബ്ദതയിൽ വലിയൊരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഗോൾഡൻ വേർഡ്സ് ഓഫ് APJ അബ്ദുൽ കലാമിന്റെയാണ്. ഇത് ചെയ്തിരിക്കുന്നത് ബ്രീസ് ഫൗണ്ടേഷൻസ് ആൻഡ് ഷാഡോ പബ്ലിക്കേഷനും NSS യൂണിറ്റിന്റെ സഹകരണത്തോടാണ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം പറഞ്ഞ ഈച്ച് ആൻഡ് എവറി വേർഡ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും.
നിങ്ങൾ ഈ കലോത്സവത്തിൽ വന്നിട്ട് നിങ്ങൾ ഈ ഒരു വേദി കാണാതെ പോയെങ്കിൽ നിങ്ങൾക്ക് ഈ ഏറ്റവും വലിയൊരു തീരാ നഷ്ടമാവും ഇതെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഇന്ത്യയിലെ ഭൂപടത്തിൽ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് വെച്ചിട്ട് ഡോക്ടർ സാറാണ്. അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ആണെന്ന് പറയുന്നത് കണക്റ്റിംഗ് ഇന്ത്യ, അതായത് അദ്ദേഹത്തിന്റെ വിഷൻ 25 ആൻഡ് വിഷൻ 30 എന്ന് പറയുന്ന ഒരു കണക്റ്റിംഗ് ഇന്ത്യയുടെ പ്രോഗ്രാം ബേസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം എല്ലാ ലാംഗ്വേജുകളിലും ഈ ഒരു APJ അബ്ദുൽ കലാമിന്റെ ഗോൾഡൻ വേർഡ്സ് പബ്ലിക്കേഷൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇദ്ദേഹത്തിന് ഇന്ത്യ മൊത്തം, ലോകം മൊത്തം ഇദ്ദേഹത്തിന് ഈ ഒരു ആശയം, ഈ ഒരു വിഷൻ നേതൃത്വം നൽകാനും സംഘടിപ്പിക്കാനും സാധിക്കട്ടെ ആശംസിക്കുന്നു. നമസ്കാരം. ഈ കലോത്സവ വേദിയിൽ എന്നെ ഏറ്റവും വളരെ ആകർഷിച്ച സംഭവമാണ് ഈ ലൂയിസ് ഡോക്ടർ ലൂയിസ് അവരുടെ ഈ ഒരു സംഭവം വളരെ മനോഹരമായിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അബ്ദുൽ കലാം സാറിന്റെ എല്ലാ വാക്കുകളും നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ ജീവിതത്തിൽ അനുകരിക്കുമ്പോൾ അത് ആരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കലാം സാർ. അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ വാക്കുകളും അടിപൊളിയായിട്ട് വളരെ മനോഹരമായി ഏതൊരു സാധാരണക്കാരന്റെ മനസ്സിലാകുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു വർക്കാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാം ഇവിടെ ഉണ്ട്. ഈ വർക്കുകൾ ഓരോന്നും നമുക്ക് എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ അത്രയും നല്ലൊരു വർക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം. എന്തായാലും നല്ല രീതി ചെയ്തിട്ടുണ്ട്. എല്ലാ ആശംസകളും. ഞാൻ തൃശ്ശൂർ പബ്ലിക് ലൈബ്രറിയിൽ 18 വർഷമായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നു. ലൂയിസ് സാറിന്റെ, അതായത് 101 കവിതകളുടെ ബുക്കായ പ്രകൃതിയും പ്രണയം എന്ന ബുക്കില് എന്റെ ഒരു കവിത അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാറിനാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്. എനിക്ക് ആദ്യം ഒരു കവിത എഴുതുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് സാർ പറഞ്ഞ അത് കുഴപ്പമില്ല, ഇങ്ങനെയുള്ള ഒരാള് തന്നെയാണ് അത് എഴുതേണ്ടത്, അങ്ങനെ പറഞ്ഞ് ആ കവിത അതിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഇപ്പോ 64ാമത്തെ സംസ്ഥാന കേരള കലോത്സവം നടക്കുന്ന വേദിയിൽ ഞാൻ മോഡൽ ബോയ്സ് സ്കൂൾ സന്ദർശിച്ചപ്പോൾ സാറിന്റെ ഒരു, അതായത് മൈക്രോ ബുക്ക്, അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടുള്ള ഒരു മൈക്രോ ബുക്ക്, അതിന്റെ ഒരു ഗാലറി ഞാൻ കാണാനിടയായി. ഞാൻ ഇവിടെ ഇതുവരെയും ഒറ്റ സ്റ്റേജിലും ഞാനിങ്ങനെ പോയപ്പോ ഇതുവരെയും കണ്ടിട്ടില്ല. നല്ലൊരു ഇതായിട്ടുണ്ട്. സാറിന്, ലൂയിസ് സാറിന് എന്റെ എല്ലാവിധ ആശംസകളും. തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ അതിന്റെ സംഘാടക സമിതി ഓഫീസിനടുത്തായിട്ട് ഇവിടെ വന്നപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ കാണുന്നത്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനായ നമ്മുടെ മുൻ രാഷ്ട്രപതിയുടെ വേർഡിങ്സ് ഉൾക്കൊള്ളുന്ന ഡോക്ടർ APJ വേർഡിങ്സ് എന്ന് പറയുന്നത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും വളരെയേറെ പ്രചോദനം നൽകുന്നതാണ്. ആ വേർഡിങ്സിന്റെ ഒരു വലിയൊരു ശേഖരം തന്നെ ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ ഒരുക്കിയിട്ടുള്ള ഫ്രീസ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഷാഡോ പബ്ലിക്കേഷൻസിനും അതിന് സഹായം നൽകിയിട്ടുള്ള നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഫ്രീസ് ഫൗണ്ടേഷൻ, ഷാഡോ പബ്ലിക്കേഷൻസും സംയുക്തമായി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് 389 സഹകരണത്തോടു കൂടി നടത്തുന്ന APJ അബ്ദുൽ കലാമിൻ്റെ സ്വപ്നങ്ങൾ, അതിൻ്റെ ഒട്ടനവധി വാക്യങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഷകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ മോഡൽ ബോയ്സ് അങ്കണത്തിൽ ഈ സ്കൂൾ കലോത്സവ സമയത്ത് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള അബ്ദുൽ കലാമിൻ്റെ വാക്യങ്ങൾ, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ മഹത്തായ വാക്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഇത്തരം പുസ്തകങ്ങൾ ഇന്ത്യൻ ചരിത്രത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. ചെറിയ മൈക്രോ പുസ്തകങ്ങളിലൂടെ APJ അബ്ദുൽ കലാമിൻ്റെ സന്ദേശങ്ങൾ ലോകത്ത് ഒട്ടുക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട്
കലാമിൻ്റെ സന്ദേശം എത്തിക്കുകയും രാജ്യത്തിലെ വിവിധ ഭാഷകളിലൂടെ അതിനെ എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളിലും അവബോധം സൃഷ്ടിക്കുന്ന വിധത്തിൽ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ബി ലൂയിസിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുമോദിക്കാതിരിക്കാൻ വയ്യ. എല്ലാവിധ അഭിനന്ദനങ്ങളും ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പേരിൽ നേരുകയാണ്. ഇത്തരം കലോത്സവ വേദികളിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ഇത് കാണാനും ഇത് കേൾക്കാനും ഈ പ്രദർശനം ആസ്വദിക്കാനും ഇത് ജീവിതത്തിൽ പകർത്താനും സാധ്യമായിട്ടുള്ള രീതിയിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവിധ ഭാവുകങ്ങളും ഈ ഉദ്യമത്തിന് മോഡൽ ബോയ്സിന്റെ NSS ടീമിനും അതിന് നേതൃത്വം നൽകുന്ന ശ്രീമതി ബിനു ടീച്ചറും ആ ബിനു ടീച്ചറും NSSുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുമായ ബി ലൂയിസിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന അപായകരമായ വസ്തുക്കളാണ്. അവ ഉപയോഗിക്കുന്നത് ആരോഗ്യം കെടുത്തുകയും മനസ്സിനും വ്യക്തിത്വത്തിനും വലിയ തകരാറുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മയക്കുമരുന്നുകൾ ജീവിതത്തിലെ സന്തോഷം, ബന്ധങ്ങൾ, ഭാവി എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുന്നു. യുവാക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയും നല്ല ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. മയക്കുമരുന്നുകൾക്ക് നോ പറയുക, ആരോഗ്യകരമായ ഭാവിയെ തിരഞ്ഞെടുക്കുക. ചുവടുകൾ കാണമതിന്ന് പൊങ്കിയെന്ന് തൂഷിക കുളമ്പടി വരവും മികന്ന് പന്തലിൽ പാട്ടിൽ കാഹിൻ